കലിതുള്ളി കടൽ. സംസ്ഥാനത്ത് ഇന്നലെ അപ്രതീക്ഷിതമായുണ്ടായ കടൽക്ഷോഭമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. ഇന്നും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് ഇന്നലെ രൂക്ഷമായ കടലാക്രമണം ഉണ്ടായത്. കള്ളക്കടൽ പ്രതിഭാസമാണ് കടലാക്രമണത്തിന് കാരണം. ആലപ്പുഴയിൽ കടലാക്രമണത്തിന് താൽക്കാലിക ശമനമുണ്ട്. പുറക്കാട്, ആറാട്ടുപുഴ, വളഞ്ഞവഴി മേഖലയിലുള്ളവർ ജാഗ്രത തുടരണം. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. തൃശൂർ പെരിഞ്ഞനത്ത് നിന്ന് സൂരജ് സജിയും, വിനിത വിജി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ആലപ്പുഴ, അങ്ങനെ വിവിധ ജില്ലകളിൽ നിന്ന് പ്രതിനിധികളുണ്ട്. ആദ്യം നമുക്ക് ഷഫീദ് റാവുത്തറിലേക്ക് പോകാം. ഷഫീദ്, ഗുഡ് മോർണിംഗ്. അത്ര സുഖകരമായ സന്തോഷകരമായ പ്രഭാതമല്ല എന്നറിയാം. ഇന്നലെ ഉണ്ടായ കടൽക്ഷോഭത്തിലുണ്ടായ ദുരിതങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നും ഇങ്ങനെ കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് വരുമ്പോൾ എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്ത്യന. സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇന്നലെ ഉച്ച കഴിഞ്ഞ് സംസ്ഥാനത്തിന്റെ തീരദേശത്തെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലെ തീരപ്രദേശത്താണ് വലിയ രീതിയിലെ കടലാക്രമണവും അതുപോലെ തന്നെ കടൽക്ഷോഭവും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായത്. വലിയ നാശനഷ്ടങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പൊഴിയൂരാണ്. സാധാരണഗതിയിൽ ഈ പൊഴിയൂരിൽ നമ്മൾ രൂക്ഷമായ വേലിയേറ്റം അടക്കമുള്ള കാര്യങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടായത് തീർത്തും ഇവിടുത്തെ ആളുകൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്കുള്ള ചില കാര്യങ്ങളായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ രീതിയിൽ കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പൊഴിയൂരിൽ നിന്ന് പൂവാറിലേക്ക് പോകുന്ന ഒരു പ്രധാന റോഡാണ്. ഇന്നലെ ഉച്ച മുതൽ ഏതാണ്ട് വൈകിട്ട് 7 മണി വരെയുള്ള സമയത്തുണ്ടായ അതിശക്തമായ കടലേറ്റത്തിലാണ് ഈ റോഡ് ഈ രീതിയിൽ തകർന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിൽ പലതും നിലം പൊത്തിയിട്ടുണ്ട്. അത് ഈ മത്സ്യബന്ധന ഉപാധികൾ സൂക്ഷിക്കാനടക്കം നിർമ്മിച്ച കെട്ടിടങ്ങൾ നിലം പൊത്തിയിട്ടുണ്ട്. മാത്രവുമല്ല ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മത്സ്യബന്ധനോപകരണങ്ങൾ അത് ഈ കടലിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയും ചില സാഹചര്യങ്ങൾ പൊഴിയൂരിനെ സംബന്ധിച്ചിട്ടുണ്ട്. പൊഴിയൂർ കൂടാതെ പൂന്തുറയടക്കമുള്ള മേഖലകൾ, കൂടാതെ മുതലപ്പൊഴി അടക്കമുള്ള മേഖലകളിലും കാര്യമായിട്ടുള്ള കടലാക്രമണം ഉണ്ടായി. അവിടെയൊക്കെ വെള്ളങ്ങളിൽ ആദ്യ ബെൽറ്റുകളിലുള്ള വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. പൊഴിയൂരിലും സമാനമായ രീതിയിൽ ഏതാണ്ട് 60ഓളം വീടുകളിൽ ഭാഗികമായി വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അവിടെയൊക്കെ ദുരിതത്തിലാണ് ആളുകൾ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഇതേ അവസ്ഥ ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഈ കടലിന്റെ ഈ തിരമാലകളുടെ ഒരു ഇത് കാണാൻ സാധിക്കും. ആ ശക്തമായ തിരമാലകൾ തന്നെയാണ്. ഇതേ രീതിയിൽ തന്നെ ശക്തമായ തിരമാലകൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പൊഴിയൂർ മേഖലയിൽ, പൊഴിയൂർ ഈ തമിഴ്നാട് അതിർത്തി പ്രദേശമാണ്. പൊഴിയൂർ മേഖലയിൽ വ്യാപകമായി അത്തരത്തിൽ ഈ ഉയർന്ന തിരമാലകൾ കൊണ്ട് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുതലപ്പൊഴിയുടെ കാര്യം പറയുമ്പോൾ അവിടെ നിന്നൊരു ദുരന്ത വാർത്ത കൂടി രാവിലെ വരുന്നുണ്ടല്ലോ. അവിടെ വള്ളം മറിഞ്ഞ് 5 പേരെ കാണാതായി. ഏത് രീതിയിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ വിവരം ലഭ്യമാണോ ഇപ്പോൾ? ക്രിസ്ത്യന സൂചിപ്പിച്ചതുപോലെ തന്നെ മുതലപ്പൊഴിയിൽ ഇന്നലെയും ഈ ഉയർന്ന തിരമാലയിൽപ്പെട്ട ഒരു വള്ളം മറിഞ്ഞിരുന്നു. 7ഓളം മത്സ്യത്തൊഴിലാളികളായിരുന്നു ഇന്നലെ കടലിൽ വീണ് പിന്നീട് അവരെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 6:45 വീണ്ടും മുതലപ്പൊഴി ഭാഗത്ത് വള്ളം മറിഞ്ഞു. അത് ഈ മത്സ്യബന്ധനത്തിന് പോയിട്ട് തിരികെ വരുന്ന വള്ളമാണ് മറിഞ്ഞത്. അഞ്ചുതെങ്ങ് സ്വദേശിയുടെ വള്ളമായിരുന്നു. 5 തൊഴിലാളികളാണ് കടലിൽ പെട്ടുപോയത്. ശേഷം ഇവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യം. പക്ഷേ മറിഞ്ഞ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട്. അതേതായാലും നിലവിൽ ഇപ്പോൾ അത് തിരികെ പിടിക്കാനുള്ള ശ്രമങ്ങൾ മത്സ്യത്തൊഴിലാളികൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള നാശനഷ്ടം അത് തിരുവനന്തപുരം മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യന, സ്മിത. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇനി തൃശൂർ പെരിഞ്ഞനത്ത് നിന്ന് സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, അവിടെ കടൽക്ഷോഭം ഈ പെരിഞ്ഞനം ഭാഗത്തൊക്കെ തന്നെ ഒരുപാട് പേർ കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. അവിടെയുള്ള ഒരു സ്ഥിതി എന്താണ്? ക്രിസ്ത്യന, സ്മിത, ഇവിടെയും വലിയ ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഈ മേഖലയിലാകെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പെരിഞ്ഞനം ഈ ഭാഗത്തേക്കെല്ലാം വെള്ളം കയറി തുടങ്ങിയത്. 45 ലക്ഷം രൂപ വില വരുന്ന വലയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന. വല അടക്കം നശിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. 3 വള്ളങ്ങൾക്കും ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഈ കരയിലേക്ക് അടിച്ചു കയറിയതോടുകൂടി വള്ളങ്ങളെല്ലാം തന്നെ തകരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ആ സമയം തന്നെ ഇവിടെ അധികം മത്സ്യത്തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വിവരം അറിഞ്ഞെത്തിയവർ
അധികൃതർ ഉടനെ തന്നെ ഈ വള്ളങ്ങളെല്ലാം തന്നെ മാറ്റിയതുകൊണ്ടാണ് വലിയ നാശനഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് എന്നുള്ളതാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ മേഖലയിൽ, അതായത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിലെല്ലാം തന്നെ ഈ വെള്ളം ഒഴുക്കിക്കളയുന്നതിനുള്ള ഒരു നടപടിയിലേക്ക് പ്രദേശവാസികൾ പോയിരുന്നു. അവർ പ്രധാനമായും ഈ കടലിനോട് ചേർന്ന ഭാഗം പൊട്ടിച്ചുകൊണ്ട് ഇവിടെ തങ്ങി നിന്നിരുന്ന വെള്ളമെല്ലാം ഒഴുക്കിക്കളയാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ വീണ്ടും ഇന്നലെ രാത്രി എല്ലാം ഉണ്ടായ കടലേറ്റത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഈ മേഖലയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ വേലിയേറ്റം തുടങ്ങുന്ന സമയത്ത് ഇനി എന്തായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള ഒരു ആശങ്ക ഈ പ്രദേശവാസികളിൽ നിലനിൽക്കുന്നുണ്ട്. എല്ലാവരും തന്നെ രാവിലെ ഈ മേഖലയിൽ തമ്പടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും തൃശ്ശൂരിലും ആശങ്ക തീർത്തും ഒഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലും ഈ വേലിയേറ്റ സമയത്ത് എന്താകും എന്ന ഒരു മുൻകരുതലും ജാഗ്രതാ നിർദ്ദേശത്തോടു കൂടിയാണ് പ്രദേശവാസികൾ നിൽക്കുന്നത്. ശരി, കൊച്ചിയിൽ നിന്ന് വിനീത VG കൂടി ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്ന് വിഷ്ണു സുരേഷിലേക്കാണ് പോകുന്നത്. വിഷ്ണു, ഈ കഴിഞ്ഞ ആഴ്ചകളിലും സമാനമായ ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഇതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. ഈ കാലാവസ്ഥാ വ്യതിയാനം വന്നതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റാത്ത രീതിയിലാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങൾ. ക്രിസ്റ്റീന, ആലപ്പുഴയിൽ ഒരൽപ്പം പ്രതിസന്ധികളിലൂടെയാണ് കടലോര മേഖല കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് പുറക്കാട്, ആറാട്ടുപുഴ, വളഞ്ഞവഴി മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷം. ഈ പുറക്കാട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് ഈ കടൽ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുക എന്നുള്ളത്. അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്നത് പുറക്കാട് തീരത്താണ്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഏകദേശം 25 മീറ്ററോളം കടൽ ഉൾവലിഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി കടൽ ശക്തിയായി അടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ മത്സ്യബന്ധന ഉപാധികളെല്ലാം തന്നെ പൂർണ്ണമായും നശിക്കുന്നു. അവർക്ക് അങ്ങനെ ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിൽ കടലൊരൽപ്പം ശാന്തമാണ്. അത് ഈ വേലിയേറ്റത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് അത്ര ശാന്തതയുള്ളത്. ഉച്ചയ്ക്ക് ശേഷം വേലിയേറ്റമുണ്ടാകും. അത് ഉറപ്പായും വലിയ തിരമാലകളിലേക്ക് എത്തുകയും കടൽ വീണ്ടും അടിച്ചു കയറാനുള്ള സാധ്യതയുമാണ് നിലവിൽ പറയുന്നത്. പുറക്കാടിന് പുറമെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് ആറാട്ടുപുഴ തെക്ക് മേഖലകളിലാണ്. ആ മേഖലകളിൽ ഇന്നലെ ഉണ്ടായിരുന്ന കടലാക്രമണത്തിൽ ഒരുപക്ഷെ കുറേ വീടുകളും അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ മാലിന്യ ഷെഡുകളും ഒക്കെ ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇന്നലെ അങ്ങോട്ടേക്ക് എത്തിയ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കടലോര മേഖലയിൽ കഴിയുന്ന ആളുകൾ തടയുന്ന സാഹചര്യമുണ്ടായി. പ്രത്യേകിച്ച് ഈ പുലിമുട്ടും അതോടൊപ്പം തന്നെ കടൽഭിത്തിയും ഒന്നും കാര്യമായ ആറാട്ടുപുഴ മേഖലകളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. അത്തരം സംഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ഈ കടലാക്രമണം ഒരു തുടർക്കഥയാകുകയും അതിൻ്റെ ദുരിതം തുടർക്കഥയായി തുടരുകയും ചെയ്യുമെന്നാണ് അവർ പിന്നെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടവും വ്യക്തമാക്കുന്നു. വിഷ്ണു സുരേഷാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് അരുൺരാജിലേക്കാണ്. കൊല്ലം മുണ്ടക്കലിലാണ് അരുൺരാജ് ഉള്ളത്. അരുൺരാജ്, ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ കടലാക്രമണം, പക്ഷേ ഇന്നിപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം ജാഗ്രത പാലിക്കുന്നുണ്ട്? അവിടുത്തെ ഒരു സ്ഥിതി എന്താണിപ്പോൾ? സ്മിത, ക്രിസ്റ്റീന, കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് ഇത്തരത്തിൽ ഈ കടൽ ഈ രീതിയിലേക്ക് മാറാനുള്ള കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത്. എന്തായാലും കടൽ വലിയ രീതിയിൽ ക്ഷോഭിച്ചു നിൽക്കുകയാണ്. ഈ കൊല്ലത്ത് കാപ്പിൽ മുതൽ ഏകദേശം ആലപ്പാട് വരെയുള്ള ഭാഗം, അത് കൊല്ലത്തിന്റെ കടലോര മേഖലയാണ്. ആ കടലോര മേഖല പൂർണ്ണമായും തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. കാരണം ഈ തീരദേശത്തേക്ക് ഈ കടൽ കടന്നിരിക്കുകയും ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വീട് നിന്ന ഭാഗമാണ് അതെല്ലാം. അവിടെ എല്ലാം തന്നെ ഇന്നലെ രാത്രിയോടെയാണ് ഈ വീട് നിൽക്കുന്ന ഭാഗം പൂർണ്ണമായും തകരുന്ന സ്ഥിതിയുണ്ടായി. ഈ പാറക്കെട്ടുകളടക്കം ഇപ്പോൾ ആ ഭാഗത്ത് രൂപപ്പെട്ടിരിക്കുകയാണ്. പല വീടുകളും നിലം പൊത്തിയിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായ രീതിയിലുള്ള നാശനഷ്ടം ഈ തീരദേശ മേഖലയിലുണ്ട്. ഇപ്പോൾ ഈ തീരദേശ താമസിക്കുന്നവർ ഈ തീരദേശ റോഡ് ഇപ്പോൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൽ റോഡാണ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാകണം. പുലിമുട്ടടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചതാണ്. ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഭരണകൂടങ്ങൾ എടുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നേരത്തെ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ ഇപ്പോൾ തിരയടിക്കുന്ന ഭാഗം ഈ ഫുട്ബോൾ മൈതാനമായിരുന്നു. ആ മൈതാനത്ത് നിന്ന് എത്രയോ ഉള്ളിലേക്ക് എത്രയോ അകത്തേക്ക് കടൽ കയറി വരുന്നു എന്ന ദൃശ്യങ്ങളാണ്. ആദ്യഘട്ടത്തിൽ ഉൾവലിഞ്ഞ കടൽ പിന്നീട് ഈ തൊടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് ഈ തീരദേശവാസികളെ സംബന്ധിച്ച്, തീരദേശത്ത് താമസിക്കുന്നവരെ സംബന്ധിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നു. മത്സ്യബന്ധന യാനങ്ങൾ തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മത്സ്യബന്ധന ഉപകരണങ്ങൾ പലയിടത്തും തകർന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഒരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളും ഈ തീരദേശവാസികളും അടക്കം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണ്. വലിയ രീതിയിലുള്ള തിരമാലകൾ തീരത്തേക്ക് എത്തുകയും ചെയ്യുന്നു. സ്മിത, ക്രിസ്റ്റീന. ഇനി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ചേരുകയാണ്. സമീറെ, കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത.
മറ്റ് ജില്ലകളിൽ ഉണ്ടാകുന്ന പോലെ ശക്തമായ ഒരു ഉൾവലിവും ശക്തമായ ഒരു കടലാക്രമണമൊന്നും കോഴിക്കോട് ജില്ലയിൽ ഇല്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. എങ്കിലും പലയിടങ്ങളിലും ഇത്തരം സംഭവം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയൊരു ആശങ്ക ജനങ്ങൾക്കെല്ലാം തന്നെ ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വെസ്റ്റ് ഹില്ലിലാണ്. ഇവിടെ രാത്രി സമയത്ത് നല്ല രീതിയിലുള്ള കടലാക്രമണം ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമുക്കിപ്പോൾ കാണാം കടൽ ഭിത്തിയും ഇപ്പോൾ നനഞ്ഞിരിക്കുന്ന ആ ഒരു കാഴ്ച തന്നെയാണുള്ളത്. അതായത് കടൽ ഭിത്തിക്ക് മുകളിലേക്ക് വെള്ളം എത്തുന്നു. ഈ റോഡിൻ്റെ ഭാഗത്തേക്ക് ഉൾപ്പെടെ വെള്ളം കയറിയ ഒരു സാഹചര്യം രാത്രി ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കടൽ പതിയെ ശാന്തമായിട്ടുണ്ട്. ശക്തമായ തിരമാലകൾ ഇല്ല എന്നുള്ളത് ആശ്വാസം നൽകുന്നുണ്ട്. ഈ ഉൾവലിവിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ വലിയ രീതിയിൽ അത് ക്ഷോഭിക്കുകയും കടൽക്ഷോഭമായി കടലാക്രമണമായി അത് മാറുകയും ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ ഒരു ആശങ്ക നാട്ടുകാർക്കെല്ലാം തന്നെ ഉണ്ട്. എന്തായാലും വലിയൊരു ഭീതിപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. എന്നാൽ കൂടി മത്സ്യത്തൊഴിലാളികളൊന്നും കാര്യമായി ഇതിലേക്ക് മത്സ്യബന്ധനത്തിന് പോയിട്ടില്ല. അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾ പരമാവധി ശ്രദ്ധിക്കണം, ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ടൂറിസം വകുപ്പും നൽകുന്നുണ്ട്. ഒരു ആശങ്കയുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ജില്ല മുന്നോട്ട് പോകുന്നത്. എന്നാൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഇവിടെ കാര്യമായ കടലാക്രമണമൊന്നും ഉണ്ടായിട്ടില്ല, ഉൾവലിവും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ആശ്വാസവും ആളുകൾക്കുണ്ട്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളാണ്. നിരവധിയായിട്ടുള്ള മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ്. അതിൻ്റെ ഒരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ശരി സമീർ, ഏതായാലും അവിടെ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ പലയിടങ്ങളിൽ നിന്നുള്ള വാർത്ത അവരെ അല്പം ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കോഴിക്കോട്. കൊച്ചിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വിനിത വിജിയാണ് അവിടെ നിന്ന് ചേരുന്നത്. വിനിത, ഗുഡ് മോർണിംഗ്. അവിടെ ചെല്ലാനം വൈപ്പിൻ ഭാഗത്തൊക്കെ തന്നെ നമുക്കറിയാം കടൽക്ഷോഭം ഉണ്ടായാൽ വലിയ ദുരിതത്തിലാകും അവർ. വിനിത ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഇന്നിപ്പോൾ രാവിലെ എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? ഗുഡ് മോർണിംഗ് സ്മിത. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്മിത നേരത്തെ സൂചിപ്പിച്ച ഈ നായരമ്പലം എന്ന് പറയുന്ന ഭാഗത്തോട് ചേർന്നുള്ള വളപ്പ് എന്ന് പറയുന്ന ബീച്ചിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെയൊക്കെ ശക്തമായിട്ട് കടൽ കയറിയ മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ വെള്ളം അതിങ്ങനെ ഈ മണ്ണിലേക്ക് വന്ന് അത് തിരികെ പോയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്ത 3 ദിവസത്തേക്ക് രൂക്ഷമായിട്ടുള്ള കടൽക്ഷോഭം ഉണ്ടാകുമെന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ പറയുന്നത്. അവർ പറയുന്നത് ഈ വേലിയേറ്റം, ഇനി ഉച്ചയോടുകൂടി വേലിയേറ്റം ഉണ്ടാകുമ്പോൾ വീണ്ടും കടൽ കൂടുതൽ ശക്തമായി ഈ കരയിലേക്ക് തിര ശക്തമായി അടിച്ചു കയറുമെന്നാണ് പറയുന്നത്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ട്, ആശങ്കയൊക്കെ തന്നെയുണ്ട്. ഇപ്പോൾ ചില മത്സ്യത്തൊഴിലാളികൾ ഇവിടെയുണ്ട്. അവരിപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ ഇന്നലെയൊക്കെ ശക്തമായിട്ടുള്ള കടൽക്ഷോഭം ഉണ്ടായിരുന്നു, ഇന്ന് എങ്ങനെയാണ് ഒരു അവസ്ഥ? ഉച്ചയോടുകൂടി വേലിയേറ്റം ഉണ്ടാകുമ്പോഴാണോ ഇനി വീണ്ടും? ഉച്ചയോടുകൂടി വേലിയേറ്റം ഉണ്ടാവും. അപ്പോഴേക്കും ഇന്നുകൂടി കയറണത് ശക്തമായിട്ട് തന്നെ വെള്ളം കയറി. ഇന്നലെ വഞ്ചികളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു, വലകളൊക്കെ കുറേ ഒഴുകിപ്പോയി. അതെല്ലാം എല്ലാം കയറ്റി വെച്ച് അതേക്ക് കൊണ്ടുപോകാൻ പോണേ, എല്ലാം റോഡ് സൈഡിലേക്ക് മാറ്റണേ. ആ സാധനങ്ങളാണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം കടലിലേക്ക് ഇറങ്ങാൻ പറ്റിയ അവസ്ഥയാണോ? ഇന്നിപ്പോൾ ഇറങ്ങാൻ പറ്റില്ല. ഇന്നലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പലരെയും പോകാൻ പറഞ്ഞിട്ട് ആരും പോകുന്നില്ല. കടലിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. ആളുകൾ ഇന്നും രാവിലെ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇടപെടലില്ലെങ്കിൽ അത് ഇവിടെ തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളികളെ ആളുകളും കൂടി തല്ലുപിടിക്കേണ്ടി വരും. തീർച്ചയായും സ്മിത, ഇതാണ് അവർ പറയുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഈ വല ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ ഇന്നലെ കടലിൽ പോയതാണ്. ഇന്ന് അതൊക്കെ അവർ തിരികെ കൊണ്ടുവന്ന് അതൊക്കെ എടുത്ത് മാറ്റുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഇന്നും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിലേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അവർ പറയുന്നുണ്ട്. ഇന്നലെ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന വിനോദസഞ്ചാരികളെ എത്തിയ ആളുകളെയൊക്കെ പോലീസൊക്കെ ഇടപെട്ട് ഇവിടെ നിന്ന് അവരോടൊക്കെ മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പുലർച്ചയോടുകൂടി വീണ്ടും ആളുകളൊക്കെ എത്തുന്നുണ്ട്. അതാണ് മത്സ്യത്തൊഴിലാളികൾ അവർ പറയുന്നത്. പോലീസ് ഇടപെട്ടുകൊണ്ട് അവരോട് മടങ്ങി പോകണമെന്ന് ആവശ്യപ്പെടണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. തീരദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കടലാക്രമണം, കടൽക്ഷോഭമൊക്കെ അവർക്കുണ്ടാക്കുന്ന വലിയ ആശങ്കകൾ കൂടിയാണ് സ്മിത. ശരി, വിനിത വിജയാണ് വിവരങ്ങളുമായി ചേർന്നത്. തെക്കുനിന്ന് വടക്ക് അറ്റം വരെയുള്ള ഇടങ്ങളിലെ കടൽ തീര പ്രദേശങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് നമ്മുടെ പ്രതിനിധികൾ പങ്കുവച്ചത്. ഏതായാലും ഇന്ന് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി, കാരണം പലപ്പോഴും വലിയ മഴയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറ്. പക്ഷേ 7:30 ആകാൻ പോകുന്ന സമയം. അപ്പോൾ നമ്മുടെ ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് സുനാമി മുന്നറിയിപ്പ് ഉണ്ടോ എന്ന്. ഇതുവരെ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊന്നും വന്നിട്ടില്ല.